ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഈ പൂവിനെ കണ്ടോ, എന്ത് രസമാണല്ലേ. റോസാപ്പൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ വളർത്തി പരാജയപ്പെട്ടവരും കൂടുതലാണ്. അവർക്ക് വേണ്ടി ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തൈയിൽ ഇങ്ങനെ പൂക്കൾ വിടർന്നു കഴിയുമ്പോൾ ചില ആൾക്കാർ പറിച്ചിട്ട് തലയിൽ വെക്കും, ചില ആൾക്കാർ ദൈവത്തിന് വെക്കും, ചില ആൾക്കാർ ഇങ്ങനെ ചെടിയിൽ തന്നെ നിർത്തുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ കുറേ വിടർന്നു കഴിയുമ്പോൾ കുറേ ദിവസം വെക്കാൻ പാടില്ല. കാരണം അതിലുള്ള സത്ത് എല്ലാം തന്നെ ഈ പൂവിന് പോവും. നമ്മൾ കട്ടാക്കി കൊടുക്കണം. അങ്ങനെ കട്ടാക്കി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് ഇത്. തീർച്ചയായിട്ടും കട്ടാക്കി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് സൈഡ് ബ്രാഞ്ചസും അതുപോലെ ഇങ്ങനെ പുതിയ പുതിയ തളിരുകളും വരും. പുതിയ തളിരുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മൊട്ടുകൾ വരൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കട്ടാക്കി കൊടുക്കുന്നത്. പഴുത്ത ഇലകളും മഞ്ഞച്ച ഇലകളൊക്കെ നമ്മൾ കളയണം. ഇത് കണ്ടോ, അത് കട്ടാക്കിയ ശേഷം നല്ല രീതിയിൽ തന്നെ പുതിയ തളിരുകളും വന്നിട്ടുണ്ട്. ശേഷം ആ തുളിറുകൾ എല്ലാം തന്നെ കണ്ടോ മൊട്ടായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ തുളിറായിട്ട് കാണുമ്പോഴും ഇങ്ങനെ മൊട്ടായിട്ട് കാണുമ്പോഴും കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനാണല്ലോ നമ്മൾ ഇങ്ങനെ ചെടികളൊക്കെ വളർത്തുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ വളങ്ങൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ ആ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ബിഗിനേഴ്സ്ക്ക് വേണ്ടിയും ഇങ്ങനെ വളർത്തി പരാജയപ്പെട്ടവർക്ക് വേണ്ടിയുമാണ് ആ വീഡിയോ ഞാൻ ഇട്ടത്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് താഴെ കൊടുക്കാം. കണ്ടിട്ട് മറക്കാതെ നിങ്ങളെ അഭിപ്രായം കൂടി അറിയിക്കണം. എന്ത് അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ താങ്ക്